ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസ് യൂഷ്വൽ ആദ്യത്തെ 10 ചോദ്യം തന്നിട്ട് അതിൽ 9 എണ്ണത്തിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മലയാളം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ പാർട്ട് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ 2-3 സെന്റൻസിലായിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ മൊത്തം 6 ചോദ്യം തന്നിട്ട് 5 ചോദ്യം തന്നിട്ട് 5 ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 11 മുതൽ 15 വരെയുള്ള ചോദ്യം. ദെൻ അതിനുശേഷം തന്നിട്ടുള്ളത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾ. അതിൽ നിന്ന് 5 മാർക്കാണ് ഓരോ ചോദ്യത്തിന്. അതിൽ നിന്നായിരുന്നു മാച്ച് ദ ഫോളോവിങ്സ് വളരെ എളുപ്പമായിരുന്നു. പിന്നെ 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ 3 ക്വസ്റ്റ്യൻസ് എഴുതാനായിരുന്നു. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. ദെൻ 3 എസ്സേകൾ ഉണ്ടായിരുന്നു. ആ എസ്സേയിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കിന്റെ എസ്സേ വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്. അതിൽ എസ്സേ വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥ എന്നുള്ള ആ പാഠത്തു നിന്നായിരുന്നു എസ്സേ വന്നിട്ടുള്ളത്. ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ ഇന്നലെ അതിന്റെ കോൺസിക്വൻസ് അതായിരുന്നു. സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച്, സാമൂഹ്യ പരിഷ്കരണത്തെ കുറിച്ച്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച്, സാമൂഹ്യ പ്രസ്ഥാനത്തെ കുറിച്ചായിരുന്നു മൂന്നാമത്തെ എസ്സേ. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. റെഡി ആവും. ഓക്കെ, വെയിറ്റ് ചെയ്യും. എല്ലാവർക്കും ഉണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ശരിയാണ്. ഇപ്പൊ റെഡിയായോ? ഇപ്പൊ ശരിയായിട്ടുണ്ടോ? ഓക്കെയാണ്. അപ്പൊ നോക്കാം. പദവി ചിഹ്നാണ്, സ്റ്റാറ്റസ് സിമ്പിൾ ആണ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് റോബർട്ട് മാൽത്തൂസ് അല്ല, ആഡം സ്മിത്ത് അല്ല, കാൾ മാക്സ് അല്ല. ഓക്കെ, മാക്സ് വെബർ ആണ്. കാൾ മാക്സ് ഇതിനെ കുറിച്ച് അല്ലെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ് കാൾ മാക്സ്. മാൽത്തൂസിന്റെ തിയറി പോപ്പുലേഷനെ ബന്ധപ്പെട്ടതാണ്. ആഡം സ്മിത്ത് വെൽത്ത് അല്ലെ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്, വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാക്സ് വെബർ ആണ് സ്റ്റാറ്റസ് സിമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഹൂ ഈസ് കോയിൻഡ് സ്റ്റാറ്റസ് സിമ്പിൾ. രണ്ടാമത് സി റൈറ്റ് മിൽസിന്റെ ഏതാണ്? സി റൈറ്റ് മിൽസിന്റെ ആശയം ഏതാണ്? അദൃശ്യകരാണോ? സാമൂഹ്യ ശാസ്ത്ര സങ്കല്പമാണോ? വർഗസമരാണോ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണ് CW മിൽസിന്റെ. 1ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. +1 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ 3ാമത്തെ ചോദ്യം ഇതായിരുന്നു. ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും, ഗ്ലോബലും ലോക്കലും, ഇത് തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഏത്? പാശ്ചാത്യവൽക്കരണമാണോ? അല്ല. പിന്നെന്താ? ആഗോളവൽക്കരണം അല്ല. സംസ്കൃതവൽക്കരണം, ഗ്ലോക്കലൈസേഷൻ. ഓക്കെ, സംസ്കൃതവൽക്കരണം MN ശ്രീനിവാസന്റേതാണ്. പാശ്ചാത്യവൽക്കരണം വെസ്റ്റേണൈസേഷൻസ്. ഓക്കെ, ഇത് നോക്കാം. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം, ഏറ്റവും 14ാമത്തെ ചാപ്റ്റർ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതിന് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത് ഒരു ക്വസ്റ്റ്യന് ഇതാണ്. ആ പാഠത്ത് തന്നെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കാവൽക്കാരനാകണമെന്ന് ആഹ്വാനം ചെയ്തത് ആരാണെന്ന് ആ പാഠം കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും നെഹ്റു ആണ് അല്ലെ. നെഹ്റു ആണ് പറഞ്ഞിട്ടുള്ളത്. നെഹ്റുവുമായി ബന്ധപ്പെട്ട് 1-2 കോട്സുകൾ ഉണ്ട്. ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ള ഒരു കോട്സ് ഉണ്ട്. അതേപോലെ തന്നെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കാവൽക്കാരനാണെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് നെഹ്റു ആണ് എന്നുള്ളത്. ദെൻ 6ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. അതായത് ഇത് 2ാമത്തെ പാഠത്തു നിന്നാണ് ഈ ചോദ്യം. നമ്മൾ ചില ടേംസുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫലഭൂഷ്ഠതാ നിരക്ക്, ലിംഗാനുപാതം, ആയുർദൈർഘ്യം, ആശ്രിതാനുപാതം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഒരു നിശ്ചിത ലിംഗാനുപാതമാണ് അല്ലെ. ലിംഗാനുപാതത്തെ കുറിച്ചാണ് പറയുന്നത്. സെക്സ് റേഷ്യോ ആണ്. ഓക്കെ, 6ാമത്തെ ചോദ്യം.
അപ്പോൾ ഇത്തരത്തിൽ അറിയുന്ന ചോദ്യങ്ങൾ ചെയ്തു വെച്ചാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് ദെൻ നമ്മൾ പഠിച്ച പാഠം തന്നെയാണ്. രണ്ടാമത്തെ പാഠത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. 7ാമത്തെ ചോദ്യം, ജനസംഖ്യയുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള തലങ്ങളിലേക്ക് ഊന്നൽ നൽകുന്നത് എന്താണ്? സെൻസസ് ആണോ, സാമൂഹ്യ ജനസംഖ്യാ ശാസ്ത്രമാണോ, ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രമാണോ, സർവേ ആണോ? ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം കണക്കാണ് അല്ലെ, കണക്കാണ്. പക്ഷെ സാമൂഹ്യ ജനസംഖ്യാ ശാസ്ത്രം, അതായത് ഫോർമൽ ആൻഡ് സോഷ്യൽ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സാമൂഹ്യ ജനസംഖ്യാ ശാസ്ത്രമാണ്. രണ്ടാമത്തെ പാഠത്തിൽ അത് രണ്ടും പറഞ്ഞത്. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? കണക്കുകളും മറ്റുമല്ലേ പഠിക്കുന്നത്. എത്രത്തോളം ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട്, 145 കോടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദെൻ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ ഇത് നമ്മൾ പറയുന്നുണ്ട്. സാമൂഹ്യ ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ എത്രത്തോളം ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, എത്രത്തോളം ആൾക്കാർ സാമൂഹ്യമായിട്ട് മുന്നോട്ട് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇൻഫോർമൽ ഡെമോഗ്രഫിയിലാണ്. ഓക്കെ, ജനസംഖ്യയുടെ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി. തെറ്റരുത്. പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് ഔപചാരികമാണ്. ഇത് ഔപചാരികമല്ല, സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ദെൻ വോയിസ് ബ്രേക്ക് ആവുന്നില്ലല്ലോ. രണ്ടാം പിന്നോക്ക വർഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നായിരുന്നു. ഒന്നാം പിന്നോക്ക വർഗ കമ്മീഷന്റേത് കാക്ക കലേക്കർ കമ്മിറ്റി ആയിരുന്നു, കാക്ക കലേക്കർ ആയിരുന്നു. രണ്ടാം പിന്നോക്ക കമ്മീഷൻ BP മണ്ഡൽ ആയിരുന്നു, BP മണ്ഡൽ. ഓക്കെ, BP മണ്ഡലാണ്. ഒന്നാം പിന്നോക്ക വർഗ കമ്മീഷന് കാക്ക കലേക്കർ കമ്മീഷൻ ആയിരുന്നു. രണ്ടാം പിന്നോക്ക വർഗ കമ്മീഷന്റെ അധ്യക്ഷന് BP മണ്ഡലായിരുന്നു എന്നുള്ളത്. ദെൻ 9ാമത്തെ ചോദ്യത്തിന് ഒന്ന് ആൻസർ പറഞ്ഞ ഏതാണ്? 9ാമത് ആർട്ടിക്കിൾ 17. ഓക്കെ, ഗുഡ്. ആർട്ടിക്കിൾ 17 ഭരണഘടനയുടെ ഡേഷ് അനുച്ഛേദം. അത് നമ്മൾ കുറെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്താണ്. അയിത്തം നിരോധിച്ചത് ആർട്ടിക്കിൾ 17 പ്രകാരമാണ്. ദെൻ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയെ പറയപ്പെടുന്ന പേരെന്താ? സാമൂഹ്യ ബഹിഷ്കരണം, സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ. സാമൂഹ്യ ശ്രേണീകരണമല്ല, അത് സമൂഹത്തെ വിവിധ തട്ടുകളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം. സാമൂഹികരണം എന്ന് പറഞ്ഞാൽ വ്യക്തി സമൂഹത്തിന്റെ ഭാഗമാകുന്നതിനെയാണ്. സംസ്കൃതവൽക്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിയിലേക്കുള്ള പരിവർത്തനത്തെയാണ്, അതായത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റും പിന്തുടർന്ന് ആ ഒരു രീതിയിലേക്ക് മാറുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്തിനെ കുറിച്ചായിരുന്നു? സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ മാറ്റി നിർത്തുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്? പറയുന്ന പേരാണ് സാമൂഹ്യ ബഹിഷ്കരണം എന്നുള്ളത്. ദെൻ ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 or 3 വാക്യങ്ങൾ 2 മാർക്കിനാണ് എസ്സേ എഴുതേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും കൂടുതൽ സമയം ഇതിന് ചെലവഴിക്കരുത്. അറിയുന്നത് സിമ്പിളായിട്ട് എഴുതുക. ഉദാഹരണത്തിന് സംസ്കൃതവൽക്കരണം നിങ്ങൾക്ക് അറിയാം, എന്താ സംസ്കൃതവൽക്കരണം എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ സംസ്കൃതവൽക്കരണം എന്നല്ല നമ്മളോട് അല്ലെ, അത് ഒരു 6 മാർക്കിനൊന്നല്ല ചോദിച്ചിട്ടുള്ളത്, 2 മാർക്കിനാണ്. അപ്പോൾ എന്താണ് സംസ്കൃതവൽക്കരണം എന്നുള്ളത് 2 വരി എഴുതുക. MN ശ്രീനിവാസനാണ് ഇത്. ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റുമല്ലേ? താഴ്ന്ന ജാതിയിലുള്ളവര് ഉയർന്ന ജാതിയിലുള്ളവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റും അനുകരിച്ച് ഉയർന്ന ജാതിയിലേക്കുള്ള ഒരു പരിവർത്തന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. ഈ പദം കൊണ്ടുവന്നിട്ടുള്ളത് MN ശ്രീനിവാസനാണ്. ഇത് എഴുതിയാൽ 2 മാർക്ക് കിട്ടി. ആ രീതിയിലാണ് എഴുതേണ്ടത്. നമുക്ക് അറിയുന്ന വെച്ചിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് എന്താ എഴുതേണ്ട? 8 മാർക്കിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട. ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് പരമാവധി ആ ക്വസ്റ്റ്യന് 2 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ വെറുതെ നിങ്ങൾ സമയം കളയരുത്. ഓക്കെ, ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഗാർഹിക തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താ? വീടി, ദർഭ, ചിത്ര, പത്താമ്പരം. ഓക്കെ, അതായത് ലോ ഇൻവെസ്റ്റ്മെന്റ്. ഒന്നാമത് ചെറിയ തൊഴിലാണ്. അതായത് കാർഷിക മേഖലയല്ല, അത് നമുക്ക് ഇങ്ങനെ
അത് ഒരു കൂടുതൽ മാർക്കിന് ചോദിക്കുക. കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യാതെ, അതിനെ ആശ്രയിക്കാതെ മറ്റുള്ള തൊഴിലുകൾ, അതായത് കുടിൽ വ്യവസായങ്ങൾ പോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ഹോം ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് ഉള്ളത് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ മുതൽ മുടക്ക് കുറവായിട്ട് ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യും, ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങാൻ പറ്റും. അത് വീട്ടിലുള്ളവർക്ക് ജോലി കിട്ടും, അടുത്തുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. കൃഷി മാത്രമല്ലാത്ത മറ്റുള്ളൊരു മേഖലയിലേക്കുള്ള ഒരു ജോലിയുടെയാണ് ഇതുള്ളത്. ശാസ്ത്രീയ മാനേജ്മെന്റ്, ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലെ. ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നുള്ളത് ബിസിനസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് ആരാണ്? FW ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ശാസ്ത്രീയ മാനേജ്മെന്റ് ഇത് എന്തും ശാസ്ത്രീയമായിട്ട് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവും. ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ സോഷ്യോളജി ഒരു സയൻസ് ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുള്ളത്. സോഷ്യോളജി ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് അല്ലെ, ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് എന്നുള്ളത്. ദെൻ മാനേജ്മെന്റിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിനെയാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. FW ടൈലർ ആണ് ഇതിൻ്റെ ഇതുള്ളത്. സോ ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇവരൊക്കെ വരുന്നത്. അതായത് നമ്മുടെ കാൾ മാക്സ് അവര് ആ ഭാഗം വരുന്നത്. ഞാൻ പാഠത്തിന്റെ പേര് പറഞ്ഞുതരാം എത്രാമത്തേന്നാണ്. ഒന്ന് 5ാമത്തേതാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഉറപ്പ് വരുത്തിക്കട്ടെ ഏതെന്നാണ്. സോഷ്യൽ മാർക്കറ്റ് ആസ് 4ാമത്തെ ചാപ്റ്ററിൽ. ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആണ്, അതിലുണ്ട് ഇത് പറയുന്നത്. ഓക്കെ, ദെൻ പൊതുമേഖലയിലുള്ള ജോലിയുടെ പ്രത്യേകത ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. പൊതുമേഖലാ പ്രത്യേകത ഇത് ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ. അസംഘടിത മേഖലയും സംഘടിത മേഖലയും. പൊതുമേഖലയിലുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് സെക്ടർ ആണ്, സംഘടിത മേഖല ആണ്. അവർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി ഉണ്ടാവും, അതുപോലെ തന്നെ ജോലിയിൽ ഇതുണ്ടാവും, പെൻഷൻ ഉണ്ടാവും, പിന്നെ അവധി ദിവന ശമ്പളം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇന്നലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി സുരക്ഷിതത്വം ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് 2 എഴുതിയാൽ തന്നെ ആൻസർ ആയി. ഓക്കെ, പൊതുമേഖലയിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലികളാണ്. സർക്കാർ ജോലികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും, പെൻഷൻ ഉണ്ടാവും, പിന്നെ അവധി ദിന ശമ്പളം ഉണ്ടാവും, ജോലി സ്ഥിരതയുണ്ടാവും. ഇതൊക്കെയാണ് പൊതുമേഖല അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ളത്. വെർച്വൽ വിപണി, ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിനെയാണ് വെർച്വൽ വിപണി എന്ന് പറയുന്നത്. ഓക്കെ, വെർച്വൽ വിപണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും നേരിട്ട് കാണുന്നതാണ് സാധാരണഗതിയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. വെർച്വൽ വിപണിയിൽ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഡയറക്റ്റ്ലി അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, ഓൺലൈൻ മാർക്കറ്റ് ആണ് വെർച്വൽ വിപണി എന്ന് പറഞ്ഞത്. ഓൺലൈൻ മാർക്കറ്റ് ആണ് വെർച്വൽ വിപണി എന്ന് പറഞ്ഞത്. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ സമൂഹത്തെ കുറിച്ചുള്ള മുന്നറിവിന്റെ നേട്ടം, അത് നമ്മൾ 1ാമത്തെ പാഠം. മുന്നറിവിനെ കുറിച്ചുള്ള നേട്ടങ്ങളും പരിമിതികളും. ഇതിലെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഠനം എളുപ്പമാക്കുന്നു. ഓക്കെ, പഠനം എളുപ്പമാക്കുന്നു, ഒരു സമൂഹത്തെ കുറിച്ചുള്ള പഠനത്തെ എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് മുന്നറിവിന്റെ നേട്ടങ്ങളായിട്ട് പറയപ്പെടുന്നത്. പരിമിതികളാണ് കൂടുതൽ. ഓക്കെ, നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ പരിമിതികളാണ്. നമ്മൾ ആദ്യം നേടിയതിനെ നമ്മൾ മറക്കേണ്ടി വരും. എല്ലാ അറിവുകളും അതിനൊരു ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറ ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ അറിവുകളും ഭാഗികമായിട്ട് മാത്രമേ ശരിയായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭാഗികമായിട്ടേ വസ്തുത ഉണ്ടാവുള്ളൂ. ഇതാണ് മുന്നറിവിന്റെ പരിമിതികളും നേട്ടങ്ങളുമായിട്ട് പറയപ്പെടുന്നത്. ദെൻ അണുകുടുംബവും വിസ്തൃത കുടുംബം, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്താണ് അണുകുടുംബം? അണുകുടുംബം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത അല്ലെ, അച്ഛനും അമ്മയും കല്യാണം കഴിക്കാത്ത മക്കളും 1 or 2 മക്കളും കൂടുന്നതാണ് അണുകുടുംബം എന്ന് പറയുന്നത്. വിസ്തൃത കുടുംബം എന്ന് പറഞ്ഞിട്ട് 2 or 3 അതിലധികം തലമുറ ഒരുമിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം എന്നുള്ളത്. ഓക്കെ, ഇവ തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളത്. സിവിൽ സൊസൈറ്റി എന്നുള്ളതുണ്ട്. ഓക്കെ, സിവിൽ സൊസൈറ്റി നമ്മുടെ ഒരു 9ാമത്തെ അല്ല 6ാമത്തെ ഇത് സിവിൽ സൊസൈറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിവിൽ സൊസൈറ്റി എന്താണെന്നുള്ളത് ആ വിവരാവകാശ നിയമം എന്നുള്ള ആ പാഠത്തിന്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 1 മിനിറ്റ്.
ആറാമത്തെ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതിൽ സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവും. ആറാമത്തെ പാഠത്തിലാണ്. ഫസ്റ്റ് പാർട്ട് സോഷ്യോളജി. അതായത് എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പൗരസമൂഹമാണ് അല്ലെ. പൗരസമൂഹം പൊതുമണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളത് തുടങ്ങുന്നു. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുന്നു. ഒരു സിവിൽ പൗരസമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ സ്വമേധയാല് ഒത്തുകൂടുകയും സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുകയും ചെയ്യുന്നതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ നോട്ട് തന്നതിലുണ്ട്. ഇവിടെ അവരെ പൗരന്മാർ സജീവമായിട്ടുള്ള മേഖലയാണ്. പൗരന്മാർ പൊതുമണ്ഡലത്തിൽ സജീവമായിട്ട് ഇടപെടുന്നതിനെയാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയപ്പെടുന്നത്. ഇവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും രാഷ്ട്രത്തിന് മേൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രത്തിന് മുന്നിലെ അവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് സിവിൽ സൊസൈറ്റി. ഓക്കെ, അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം രാഷ്ട്രീയ കക്ഷികള്, മാധ്യമ സംഘടനകള്, തൊഴിലാളി സംഘടനകള്, ഇതെല്ലാം സിവിൽ സൊസൈറ്റിയുടെ ഉദാഹരണങ്ങളാണ് എന്നുള്ളത്. ഓക്കെ, രാഷ്ട്രീയ കക്ഷികള്, മാധ്യമ സ്ഥാപനങ്ങള്, തൊഴിലാളി സംഘടനകള്, ദെൻ NGOs, ഗവൺമെന്റ് ഇതര സംഘടനകൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഓക്കെ, മതസംഘടനകൾ, ഇതെല്ലാം സിവിൽ സൊസൈറ്റിയുടെ ഉദാഹരണമാണ്. സെക്യുലറിസം എന്നുള്ള ആശയം, ഓക്കെ, പാശ്ചാത്യം ഭാരതീയം അർത്ഥം വരുത്തി. ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള സെക്യുലറിസം ഉണ്ട്. ഇന്ത്യയുടെ സെക്യുലറിസം, ദെൻ പാശ്ചാത്യ വെസ്റ്റേൺ സെക്യുലറിസം തമ്മിൽ മാറ്റമുണ്ട്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിന്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് അല്ലെ, ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞു. എല്ലാ മതങ്ങളുടെ കാര്യത്തിൽ ഒരുപോലെ ഇടപെടുന്ന സെക്യുലറിസമാണ് ഇന്ത്യൻ സെക്യുലറിസം. അതേസമയത്ത് പാശ്ചാത്യ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ അല്ലെ ഒരു കാര്യങ്ങളും ഇടപെടാതെ മാറി നിൽക്കുന്നതിനെയാണ് പാശ്ചാത്യ സെക്യുലറിസം എന്ന് പറയുന്നത്, അഥവാ വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയപ്പെടുന്നത്. അത് രണ്ടും ഓർക്കണം. ഇത് ചെറിയ നമ്മുടെ പ്ലസ് വണ്ണിൽ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് പാശ്ചാത്യം ഭാരതീയമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിനെ അതിന്റെ വഴിക്ക് വിട്ടിട്ട് മതത്തിന്റെ യാതൊരു കാര്യങ്ങളും ഇടപെടാതെ ഇരിക്കുന്നതാണ് പാശ്ചാത്യ അല്ലെ വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം പറയുന്നത്. ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിന്റെ കാര്യങ്ങളും ഇടപെടുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്ന് പറയപ്പെടുന്നു. ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രബല ജാതി MN ശ്രീനിവാസനാണ് അല്ലെ. അതിന് ഉദാഹരണ സഹിതം യാദവാസ്, ഒക്കാലിംഗാസ്, റെഡ്ഡിമാര്, ഇങ്ങനെ കുറെ ഉദാഹരണം. യാദവാസ് പ്രബല ജാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, അവര് ഭൂമിശാസ്ത്ര അല്ലെ അധികാരം ഉണ്ടാവും, സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നുണ്ടാവും. ദെൻ ആ ഒരു ജാതി അംഗബലത്തിലും മുന്നിലായിരിക്കും, സാമ്പത്തികമായിട്ട് മുന്നിലുണ്ടായിരിക്കും, രാഷ്ട്രീയം. ഈ 3 കാര്യമാണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അംഗബലം വേണം. ദെൻ രണ്ടാമത് വേണ്ട അംഗബലം മാത്രമല്ല, സാമ്പത്തികമായിട്ട് അധികാരം ഉണ്ടാവും, അവർക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ജാതികളെയാണ് നമ്മൾ പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. പ്രബല ജാതിക്ക് ഉദാഹരണമാണ് നമ്മുടെ യാദവാസ് അല്ലെ, യാദവ അല്ലെ, ദെൻ ഒക്കാലിംഗമാര്, കമ്മത്ത്, റെഡ്ഡിമാര്, ഇങ്ങനെയുള്ള ജാതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രബല ജാതി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ചരക്കുവൽക്കരണം എന്നുള്ള ആശയം, കമ്മോഡിഫിക്കേഷൻ, മുമ്പ് വിൽപ്പന വസ്തു അല്ലാത്ത ഒരു സാധനത്തെ എന്ത് ചെയ്യണം, വിൽപ്പന വസ്തു ആക്കി മാറ്റുന്നതിനെയാണ് ചരക്കുവൽക്കരണം എന്ന് പറയുന്നത്. നമുക്കറിയാം വെള്ളം, നമ്മളതിന് ഉദാഹരണ സഹിതം ക്ലാസ്സിൽ ഫോട്ടോ സഹിതം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാരേജ് ബ്യൂറോ എന്ന്, ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, എന്തുകൊണ്ട് മാരേജ് ബ്യൂറോ എന്നുള്ളത് അറിയാം. മുമ്പ് വിവാഹാലോചനകൾക്കൊന്നും എന്തില്ലായിരുന്നു, ഇത്തരത്തിലുള്ള മാരേജ് ബ്യൂറോസ് മറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്, അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് ചരക്കുവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആഗോളവൽക്കരണത്തിന്റെ വ്യത്യസ്ത മാനങ്ങള് നമുക്ക് ആ പാഠത്തില് അല്ലെ, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാനങ്ങൾ പറയാൻ പറ്റും. സാമൂഹിക സാംസ്കാരികമാണ്. നമ്മുടെ സംസ്കാരം, തനതായിട്ടുള്ള സംസ്കാരം നഷ്ടപ്പെട്ടു എന്നുള്ള പറയാം.
ദെൻ സാമ്പത്തികമായിട്ടൊരു ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതാണ് വ്യത്യസ്ത മാനങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ആ പാഠത്തിന് ആഗോളവൽക്കരണം എന്നുള്ള ആ പാഠം ഓക്കെ എത്രാമത്തെ പാഠാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, എട്ടാമത്തെ, അതായത് നിങ്ങളുടെ രണ്ടാമത്തേതിൽ സെക്കൻഡ് പാർട്ടിലുണ്ട്. ആഗോളവൽക്കരണം വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കൾച്ചറൽ ചേഞ്ച് ആ പാഠത്തില് ഓക്കെ, സ്ട്രക്ചറൽ ചേഞ്ച്, കൾച്ചറൽ ചേഞ്ചസ് എന്നുള്ള പാഠങ്ങൾ പറയുന്നുണ്ട്. ദെൻ കഴിഞ്ഞ വർഷത്തെ ചേരുമ്പടി വളരെ എളുപ്പമായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് അറിയുന്ന ആദ്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി. ഇതിൽ അറിയുന്നത് സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ. ഓക്കെ, സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ. പ്രാർത്ഥനാ സമാജം റാനഡെ. അറിയുന്നത് ചെയ്താൽ മതി ആദ്യം കേട്ടോ. ഇത് ബ്രഹ്മസമാജ് ആരാ? റാനയുടെ ഓക്കെയാണ്. ബ്രഹ്മസമാജ് ആരാ? നമുക്ക് ഏറ്റവും എളുപ്പം എന്നുള്ളത് രാജാറാം മോഹൻ റോയ് അല്ലെ? ഓക്കെ. ദെൻ അലിഗഡ് പ്രസ്ഥാനം നമുക്ക് മുസ്ലിംസിന്റെ ആണ്. അപ്പൊ ഒരേ ഒരു മുസ്ലിംസ് ഉള്ളൂ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ദയാനന്ദ സരസ്വതി എളുപ്പമുള്ളതാണ്. അപ്പൊ പ്രാർത്ഥനാ സമാജം MG ആണ്. അപ്പൊ ഇങ്ങനെ അറിയുന്നത് അറിയാത്തതും ആയിട്ട് തെറ്റിക്കരുത്. അറിയുന്നത് ചെയ്താൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അറിയുന്നത് ചെയ്യട്ടോ. ദെൻ 6 മാർക്കിന്റെ മറ്റൊരു അത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണെന്ന് പരിശോധിക്കുക. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്രാവശ്യം നമ്മൾ മാൽത്തൂസിന്റെ 2 തിയറിയൊക്കെ ആയിട്ട് എസ്സേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക, ജനസംഖ്യാ പരിവർത്തനം 3 ഘട്ടത്തിലൂടെയാണ് എന്നുള്ളത് നമ്മൾ കോളം തിരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. അതിനൊക്കെ ഉദാഹരണം ഫസ്റ്റ് സ്റ്റേജില് കൂടുതൽ ആൾക്കാർ ജനിക്കുന്നു, കൂടുതൽ ആൾക്കാർ മരിക്കുന്നു അല്ലെ? അപ്പൊ സുഡാൻ പോലത്തെ രാജ്യങ്ങളാണ് അതിന് ഉദാഹരണം. അവിടെ ജനസംഖ്യ കുറയാണ്, ജനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഇന്ത്യയാണ് ഉദാഹരണം. കൂടുതൽ ആൾക്കാർ ജനിക്കുന്നു, കുറഞ്ഞ ആൾക്കാർ, അവിടുത്തെ ഹെൽത്ത് അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഇതൊക്കെ വന്നതുകൊണ്ട് കൂടി കുറഞ്ഞ ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ജനസംഖ്യ ബൂം ഉണ്ടാവുന്നു, വിസ്ഫോടനം ഉണ്ടാവുന്നു. മൂന്നാമത്തെ ഇതെന്താണ്? കുറച്ച് ആൾക്കാർ ജനിക്കുന്നു, വളരെ കുറച്ച് ആൾക്കാർ, ഇതിൽ മാറ്റമില്ലാതെ ജനിക്കുന്നു, കുറവാണ്. ജനസംഖ്യയിൽ മാറ്റമില്ല, അല്ലെങ്കിൽ ജനസംഖ്യയിൽ നേരിയ കുറവ് വരുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഇതാണ് ട്രാൻസിഷൻ തിയറി ആയിട്ട് വരുന്നത്. മാൽത്തൂസിയൻ തിയറി എന്താണ്? ഓർമ്മയുണ്ട്? എന്താണ് മാൽത്തൂസിയൻ തിയറി? ജനസംഖ്യ വളർച്ച ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നാണ്. റോബർട്ട് തോമസ് മാൽത്തൂസ് ആണ് ജനസംഖ്യ അല്ലേ നമ്മുടെ മാൽത്തൂസിയൻ തിയറിയുടെ ഉപജ്ഞാതാവായിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ട ജനസംഖ്യ വളർച്ച വേഗത്തിലും മനുഷ്യന് വേണ്ട വിഭവങ്ങളുടെ വളർച്ച വളരെ കുറച്ചുമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് പറയുന്നുണ്ട് ജനസംഖ്യയുടെ വളർച്ച സംഖ്യാശ്രേണി രീതിയിലാണ്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, മറ്റേ ജാമിതീയ രൂപത്തിലാണ് വളരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള എസ്സേ ഓൺ പോപ്പുലേഷൻ, ആ ബുക്ക് മറക്കരുത്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള എസ്സേ ഓൺ പോപ്പുലേഷനിലാണ് അദ്ദേഹം ഈ ഒരു മാൽത്തൂസിയൻ തിയറി ഓൺ പോപ്പുലേഷൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തുവെക്കുക. ആഗോളത്തിന് റേഡിയോ എങ്ങനെ സ്വാധീനിച്ചു? ആ കമ്മ്യൂണിക്കേഷൻ 14ാമത്തെ പാഠത്തിലുണ്ട്. നമ്മൾ ലാസ്റ്റ് ലിങ്ക് അയച്ചു തന്നിട്ടുള്ള 14ാമത്തെ പാഠം നിങ്ങളൊന്ന് നോക്കണം. അതിലുണ്ടാവും ഈ മാധ്യമങ്ങൾ 13, 14ാമത്തെ പാഠങ്ങൾ നിങ്ങളൊന്ന് എന്തായാലും ഒരു തവണ വായിച്ചു നോക്കണം. ഓക്കെ, ടെലിവിഷൻ, ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം റേഡിയോ, ഓക്കെ, അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കണം. റേഡിയോ നിങ്ങൾക്കറിയാം 1920 എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ദെൻ റേഡിയോ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റേഡിയോയുടെ ഉപയോഗം കുറഞ്ഞു. ശ്രവ്യ മാധ്യമം, റേഡിയോ എന്നുള്ളത് ശ്രവണത്തിന്, അതായത് കേൾക്കാൻ പറ്റുന്ന മാധ്യമം മാത്രമാണ്. ഇന്ന് ആഗോളവൽക്കരണം കൊണ്ട് എന്തുണ്ട്, ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇതിന്റെ ഒക്കെ വരവോട് കൂടി എന്തായി, റേഡിയോയുടെ ഉപയോഗം കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ സതീഷ് സബർവാൾ എന്ന സമൂഹ ശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ച കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റത്തിന്റെ 3 വശങ്ങൾ, അത് സാമൂഹ്യ മാറ്റത്തിന്റെ 3 വർഷം, കൾച്ചറൽ ചേഞ്ചസ് എന്നുള്ള 9ാമത്തെ, അതായത് നിങ്ങളുടെ ഇതിൽ 3ാമത്തെ സെക്കൻഡ് പാർട്ടിൽ മൂന്നാമത്തെ പാഠത്തില് ഓക്കെ, കൾച്ചറൽ ചേഞ്ച്, അത് ഒരു ഡയഗ്രാം ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്.
കൾച്ചറൽ ചേഞ്ച്. ആ കൾച്ചറൽ ചേഞ്ചിന്റെ സതീഷ് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഇതുണ്ട് അല്ലെ, വിനിമയ രീതികളില്, സംഘടനാ രൂപങ്ങളില്, ആശയങ്ങളുടെ പ്രകൃതത്തിൽ. 3 കാര്യത്തിലാണ് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. നിങ്ങൾ 9ാമത്തെ പാഠത്തിൽ നോക്കിക്കോ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് വിനിമയ രീതി, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അച്ചടി യന്ത്രം, ടെലിഗ്രാഫ്, മൈക്രോഫോൺ, ഇതൊക്കെ വന്നതോടുകൂടി സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങി. സംഘടനാ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു, വിവിധ സംഘടനകൾ 1950-കൾക്ക് 1950-കൾക്ക് ശേഷം 1850-കൾക്ക് ശേഷം വിവിധ സ്ഥാപനങ്ങള്, സാമൂഹ്യ സ്ഥാപനങ്ങൾ സംഘടിക്കപ്പെട്ടു. ബ്രഹ്മസമാജ് ബംഗാളില്, ആര്യ സമാജ് പഞ്ചാബില്, അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് 1914. അപ്പൊ ഇതാണ് സബീർ സാർ പറഞ്ഞ 3ാമത്തേതാണ് അദ്ദേഹം പറഞ്ഞ 3ാമത്തെ ആശയമാണ് ആശയങ്ങളുടെ പ്രകൃതം. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? റെവല്യൂഷനും എവല്യൂഷനും പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടു. ജ്യോതിബ ഫുലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യ വിദ്യാലയം പൂനെയിൽ സ്ഥാപിച്ചു എന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിന്റെ പറയാം. ഇത് 9ാമത്തെ ചാപ്റ്റർ എന്നാണ്. സതീഷ് സബർവാൾ. ഓക്കെ. MSA റാവു നിരീക്ഷിച്ച നാഗരിക സ്വാധീനത്തിന്റെ 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ. അപ്പോ അത് 12ാമത്തെ ചാപ്റ്റർ അഥവാ നിങ്ങളുടെ ഒരു 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, റൂറൽ സൊസൈറ്റി കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പാഠത്തിലാണ് ആ പാഠം വരുന്നത്. ഓക്കെ. ഓക്കെ. MSA റാവുയുടെ നിരീക്ഷണം വരുന്നത്. ഓക്കെ. MSA റാവുയുടെ നിരീക്ഷണം വരുന്നത്. ദെൻ നാഗരിക സമൂഹത്തിന്റെ സവിശേഷത, അത് നിങ്ങൾ അതിലുണ്ട് കേട്ടോ. ഇൻഡസ്ട്രി, സംഘടിതം, അസംഘടിതം, അതല്ലാതെ ശാസ്ത്രീയ മാനേജ്മെന്റ് നമ്മൾ FW ടൈലർ പറഞ്ഞു. അത് 12ാമത്തെ പാഠത്തിൽ, അതായത് നിങ്ങളുടെ 6ാമത്തെ പാഠത്തിൽ, സെക്കൻഡ് പാർട്ടിലെ 6ാമത്തെ പാഠത്തില് ശാസ്ത്രീയ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫെഡറിക് വിൻസ്ലോ ടൈലർ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഏതെങ്കിലും രണ്ടെണ്ണാണ്. പഞ്ചായത്ത് രാജ് 73 അല്ലെ, 72-73 ഭരണഘടനാ ഭേദഗതി. ഓക്കെ. നമുക്കറിയാം ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ നഗരമേഖലയിലും അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. 73-74 ഭരണഘടനാ ഭേദഗതി. 73-74 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ അതെന്താണ്? അതെന്താണ് എന്ന് എഴുതണം. ത്രിതല പഞ്ചായത്തിന്റെ സംവിധാനങ്ങൾ. മൈക്ക് ഓഫ് ചെയ്യണേ. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3 അല്ലെ, ഗ്രാമം, ദെൻ ബ്ലോക്ക്, ദെൻ ജില്ല, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പോ ജനങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങളെ കൂടുതൽ ഭരണത്തിൽ പങ്കാളിത്തം ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നിട്ടുള്ളത് ജനങ്ങളെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ പഞ്ചായത്ത് രാജ് എന്ന പദത്തിനർത്ഥം 5 വ്യക്തികളുടെ ഭരണം എന്ന അർത്ഥമാണ്. ജനാധിപത്യത്തെ ഗ്രാമതലത്തിൽ എത്തിക്കുക എന്നാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് ലെവല്, പഞ്ചായത്ത് സമിതി, അതായത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ്. ഇതിനാണ് 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എഴുതണം. അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ നോട്ട്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട് ഇതിന് മുമ്പായിട്ട് തന്നിരുന്നു. അതിലുണ്ട് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ. സാമ്പത്തിക വികസന പദ്ധതികൾ തയ്യാറാക്കുക, സാമൂഹ്യ നീതി വളർത്തുക, നികുതി തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുക. ഇതൊക്കെയാണ്. ശ്മശാനങ്ങൾ നിലനിർത്തുക, ജനന മരണ നിരക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊക്കെ പഞ്ചായത്തിലാണ് ജനന മരണ നിരക്കുകൾ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുക. ശിശുക്ഷേമ മാതൃകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരത്തിലുള്ളൊക്കെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദെൻ ഗ്രീൻ റവല്യൂഷൻ ആണ് 29ാമത്. ഏതെങ്കിലും
ഏതെങ്കിലും എളുപ്പമുള്ളത്, ഏതെങ്കിലും എളുപ്പമുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ ഇതില് ഞാൻ പ്രിഫർ ചെയ്യുക എന്നുള്ളത് ഹരിത വിപ്ലവം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജാണ് എഴുതുക. കാരണം അത് എളുപ്പത്തിലെ കൂടുതൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഹരിത വിപ്ലവം നമ്മൾ പ്ലസ് 1-ലും പ്ലസ് 2-ലും ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഹരിത വിപ്ലവം എന്നാൽ എന്താണ് അല്ലെ? ഭക്ഷ്യ സ്വയം പര്യാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. ധാന്യത്തില് സ്വയം പര്യാപ്തി, സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ്. അതിനെ 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടമെന്നും 70 മുതൽ 80 1970 മുതൽ 80 വരെ രണ്ടാമത്തെ ഘട്ടമായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു നോർത്ത് ബേസ്ഡ്, ഹരിയാന പഞ്ചാബ് മേഖലയിലായിരുന്നു കൂടുതലായിട്ടുള്ളത്. അതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് പറയുന്നുണ്ട്. അന്ന് നമ്മൾ ഊന്നൽ നൽകിയിട്ടുള്ളത് ഗോതമ്പിലായിരുന്നു. രണ്ടാം ഹരിത വിപ്ലവത്തിൽ മറ്റു ഭക്ഷ്യധാന്യങ്ങൾക്കും എണ്ണക്കുരുക്കൾക്കും കൂടി നമ്മൾ ഇത് കൊടുത്തു. അങ്ങനെ നമ്മൾ രണ്ടാം ഹരിത വിപ്ലവം നമ്മൾ നടപ്പിലാക്കി. ദെൻ ഹരിത വിപ്ലവത്തിന് നമുക്ക് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട് അല്ലെ? ഹൈ ഹീൽഡ് വെറൈറ്റീസ് അത് എങ്ങനെ നടപ്പിലാക്കിയത്? ഹൈ ഹീൽഡ് ഐഡിയയിലുള്ള കുഞ്ഞുമോൻ എന്നുള്ള ഐഡിയയിലുള്ള ആള് മൈക്ക് ഓഫ് ചെയ്ത ഉപകാരം. ഹൈ ഹീൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളെ ട്രാക്ടർ കൊണ്ടുവന്നു, ജലസേചന സൗകര്യം കൊണ്ടുവന്നു, ദെൻ നമ്മുടെ ഫെർട്ടിലൈസർ കൊണ്ടുവന്നു, കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ് അല്ലെ, കളനാശിനികൾ ഇതെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത്. ഇതിന്റെ ദോഷകരമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒരു വിമർശനാത്മകമായിട്ട് അടുത്ത് എഴുതാം. ഇത് ഉയർന്ന വൻതോതിലുള്ള കർഷകർക്ക് മാത്രമാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? വൻതോതിലുള്ള കർഷകർക്ക് മാത്രമാണ് ഇതിന്റെ മെച്ചമൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു, ഇതൊക്കെ അതിൽ പറയാൻ പറ്റുന്നതാണ്. അമിതമായിട്ടുള്ള വളപ്രയോഗം, രാസവളത്തിന്റെ ഉപയോഗം, ഇതൊക്കെ അതിന്റെ ദോഷകരമായിട്ടുള്ള സ്വാധീനമാണ്. അപ്പൊ ഈ ഹരിത വിപ്ലവം കഴിഞ്ഞ ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുകളാണ്. 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസുകളാണ്. കിട്ടിയാൽ വിടണ്ട, എഴുതിക്കൊള്ളേണ്ടി. ഓക്കെ. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷത. ഓക്കെ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകളായിട്ടാണ് വരുന്നത്. ലാസ്റ്റ് പാഠത്തിലുണ്ട്. അതുപോലെ തന്നെ പല പാഠങ്ങളിലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ള ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ 8ാമത്തെ ചാപ്റ്ററോ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ അത് പറയുന്നുണ്ട്. സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ കൊടുക്കുന്നുണ്ട്. ദെൻ പ്രവർത്തന രീതി, സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ഹലോ, ഓക്കെ ആണല്ലോ? ഓക്കെ ഉണ്ട്. ദെൻ അത് ഫുൾ ആയിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതാണ്. ഇത് വായിച്ചിട്ട് അല്ലെങ്കിൽ ഇനി